യോഗാധ്യക്ഷനും പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ കെ രജീഷ് ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയ സഹോദരൻ പാർട്ടിയുടെ ജില്ലയുടെ അമരക്കാരൻ ശ്രീ അഡ്വക്കേറ്റ് വി കെ സജീവൻ, ജില്ലാ ജനറൽ സെക്രട്ടറിയും ജ്യേഷ്ഠ സഹോദരനുമായ എം മോഹനൻ മാസ്റ്റർ, ജില്ലാ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ രാംദാസ് മണലേരി, ശ്രീ കെ പി വിജയലക്ഷ്മി ശ്രീമതി കെ പി വിജയലക്ഷ്മി ടീച്ചർ, ശ്രീ എം പ്രകാശൻ, രാകേഷ് തറമേൽ, കെ രാഘവൻ, സ്മിത ലക്ഷ്മി, ലേഖ ജെ തുടങ്ങി ജബീൻ ബാലകൃഷ്ണൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങി പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും നേതാക്കന്മാരെ, പ്രിയ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ മതഭീകരതയ്ക്കെതിരെ ജനജാഗ്രത സദസ് എന്ന പേരിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ വളരെ രൂക്ഷമായി ഈ മതഭീകരത നമ്മുടെ നാട്ടിൽ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 6 വർഷത്തോളമാകുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരമേറ്റതോടുകൂടിയാണ് കേരളത്തില് മതഭീകരവാദം കൂടുതൽ കരുത്താർജിച്ചു എന്ന് മാത്രമല്ല, അവരിന്ന് കേരളത്തിന്റെ ജനജീവിതത്തെ, സാമൂഹ്യ വ്യവസ്ഥയെ, സമാധാന അന്തരീക്ഷത്തെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനവുമായി മുന്നേറുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ സർക്കാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ ഈ മത തീവ്രവാദികളെ കയറൂരി വിട്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ ആകുമോ എന്ന ഗവേഷണത്തിലാണ്. ഏതായാലും പിണറായി വിജയനോട് നമുക്കൊരു കാര്യത്തിൽ വളരെ നന്ദിയുണ്ട്. ഇന്ന് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരും ഭീകരവാദത്തെ എതിർക്കുന്നവരും എന്ന തരത്തിൽ രണ്ടായി വേർതിരിച്ചു എന്ന കാര്യത്തിൽ പിണറായി വിജയനോട് നമുക്ക് ഏറെ കടപ്പാടുണ്ട്. ഒരുപക്ഷെ വരുംകാലം പിണറായി വിജയനെ അടയാളപ്പെടുത്താൻ പോകുന്നത് മതഭീകരവാദികൾക്ക് ഒത്താശ ചെയ്ത കേരളത്തിന്റെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന തരത്തിലായിരിക്കും എന്ന കാര്യത്തിലും നമുക്ക് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ മതഭീകരവാദികളെ കയറൂരി വിടുന്നത്? അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ മത തീവ്രവാദികളും തമ്മിൽ ഇത്രയേറെ അന്തർധാര സജീവമാകാനുള്ള ഒരു കാരണം? ഇത് പരിശോധിക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്കതിൽ വലിയ അതിശയമൊന്നും തോന്നാനില്ല. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജനനം തന്നെ മതഭീകരവാദികളുടെ തോളേറിയായിരുന്നു എന്ന ചരിത്രം പരിശോധിക്കുമ്പോഴാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിൽ വലിയ അത്ഭുതമൊന്നും തോന്നാത്തത്. ഈ പേരാമ്പ്ര ഭാഗത്തെ സഖാക്കന്മാർക്ക് അവരുടെ പാർട്ടിയുടെ രൂപീകരണത്തെ പറ്റി അറിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം വളരെ ദുരൂഹമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ. ഇവിടുത്തെ CPM-കാരോട് ചോദിച്ചാൽ എന്നാണ് നിങ്ങളുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവർ പറയും 1920 ഒക്ടോബർ 17-ാം തീയതിയാണ്. ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. അതങ്ങ് അവിഭക്ത സോവിയറ്റ് യൂണിയനിലെ താഷ്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. CPI-ക്കാരോട് ചോദിച്ചാൽ അവർ പറയും 1925 ഒക്ടോബർ 25-ാം തീയതി കാൺപൂരിലാണ് ഞങ്ങളുടെ പാർട്ടി ഉണ്ടായത് എന്ന് പറയും. അപ്പൊ ജനനത്തെ പറ്റി തന്നെ ഇവർക്ക് വലിയ ബോധ്യമൊന്നുമില്ല. എങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടായത് എന്ന കാര്യത്തെ പറ്റി തന്നെ സഖാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ആരാണ് ഇവരുടെ ജനയിതാക്കൾ? അത് വളരെ പ്രധാനമാണല്ലോ അല്ലേ?
വ്യക്തിയുടേതായാലും സംഘടനയുടേതായാലും ജന്മം നൽകിയത് ആര് എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അത് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോ ഈ പിണറായി വിജയൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നാത്തത്. കാരണം നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ CPIM-നെ ഒന്ന് കണക്കിലെടുക്കാമെന്ന കാര്യം അവരാണല്ലോ ഇന്ത്യയിലെ വലിയേട്ടൻ. ഈ CPI എന്ന് പറയുന്ന പാർട്ടി ഏകദേശം ജലരേഖ പോലെ ഇല്ലാതെ ആയിത്തീരും. രണ്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും ഏറെ ശോഷിച്ച് സൃഷ്ടിച്ച ഒരു പാർട്ടി വലിയേട്ടൻ, മുന്നണിയിലെ വലിയേട്ടൻ CPM ആണ്. അതുകൊണ്ട് CPM പറയുന്ന കണക്ക് നമുക്ക് പരിശോധിക്കാം. 1920 അങ്ങ് താഷ്കന്റിൽ രൂപം കൊണ്ടു. ആരാണ് ഈ പാർട്ടിക്ക് രൂപം നൽകിയത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് 7 പേരുടെ പേരുകൾ കിട്ടും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങ് താഷ്കന്റിൽ ജന്മം നൽകിയത് 7 പേർ ചേർന്നായിരുന്നു. അതേപറ്റി ഇവിടുത്തെ എത്ര പേർക്ക് അറിയും? അല്ലെങ്കിൽ ഈ സഖാക്കന്മാരായിട്ടുള്ളവര് അവരുടെ പാർട്ടിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. അതിൽ ഒന്നാമത്തെ പേരുകാരനാണ് മാനവേന്ദ്രനാഥ റോയ് അഥവാ MN റോയ്. MN റോയ് വലിയ ബുദ്ധിജീവിയും അന്നത്തെ കാലത്ത് ലെനിന് സമശീർഷനായിട്ടുള്ള വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. ഇന്ത്യക്കാരനാണ്, കൊൽക്കത്ത സ്വദേശിയാണ്. അപ്പൊ മാനവേന്ദ്രനാഥ റോയ് അഥവാ MN റോയ്, അദ്ദേഹത്തിന്റെ ഭാര്യയായ എവലിൻ ട്രെൻഡ് റോയ്, ഒരു മെക്സിക്കോക്കാരിയാണ്. മറ്റൊരു കൊൽക്കത്തക്കാരനായ അബനി മുഖർജി, അദ്ദേഹത്തിന്റെ ഭാര്യയായ റോസ ഫിറ്റിംഗോഫ്, അവർ സോവിയറ്റ് യൂണിയൻകാരിയാണ്. പിന്നെ മാന്തയം തിരുമലൈ പാർത്ഥസാരഥി ആചാര്യ, MPGG ആചാര്യ എന്ന് പറയുന്ന മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ. അപ്പൊ 5 പേര്. ഇത് 2 പേരുകൾ കൂടിയുണ്ട്, മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് സിദ്ദിഖ്. ഈ 2 പേരുകൾ വളരെ ഗൗരവത്തോടെ നാം പരിശോധിക്കണം. അവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. മറിച്ച് ഈ 2 പേരുടെ ചെയ്തി, ഇതിലെ മുഹമ്മദ് സിദ്ദിഖാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ബ്യൂറോയുടെ സെക്രട്ടറി. ഈ MN റോയ് ഒന്നുമല്ല. മുഹമ്മദ് സിദ്ദിഖാണ് പോളിറ്റ് ബ്യൂറോ, അത് അന്ന് പോളിറ്റ് ബ്യൂറോ ഒന്നുമില്ല, ബ്യൂറോ പാർട്ടിയുടെ ആദ്യ ബ്യൂറോ സെക്രട്ടറിയാണ് ഈ മുഹമ്മദ് സിദ്ദിഖ്. ആരായിരുന്നു ഇവർ 2 പേരും എന്ന് പരിശോധിക്കുന്നത് ഏറെ കൗതുകകരമാണ്. 1919 ഭാരതത്തിൽ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, വലിയ ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ വലിയ ഒരു സംഘാടനമോ ഒക്കെ നടന്നിരുന്നത്. ഹിജ്റത്ത് മൂവ്മെന്റ് എന്നാണ് അതിനെ പറയുക. ഹിജ്റത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഹിജ്റത്ത് മൂവ്മെന്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഭാരതം എന്നുള്ളത് തങ്ങളുടെ മാതൃരാജ്യമല്ല, തങ്ങളുടെ മാതൃഭൂമി അല്ല. ഇത് ദാരുൽ അമനാണ്. ദാരുൽ അമൻ എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളുടെ നാടാണിത്. ഈ ദാരുൽ അമൻ ഉപേക്ഷിച്ച് ദാരുൽ അറബ്, അന്ന് തുർക്കിയിലാണ് ഖലീഫയുള്ളത്. അപ്പൊ ആ തുർക്കിയാണ് അന്നത്തെ ദാരുൽ അറബ്. അവിടേക്ക് പോകണം. സമാധാനത്തിന്റെ നാടായ തുർക്കിയിലേക്ക് ഭാരതത്തിൽ നിന്ന് പലായനം ചെയ്യാൻ ഭാരതത്തിലെ മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ച മൂവ്മെന്റിന്റെ പേരാണ് ഹിജ്റത്ത് മൂവ്മെന്റ്. ആ 1919 ഭാരതം മാതൃഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ച് ഇവിടെ നിന്ന് ഹിജ്റത്ത് ചെയ്ത 2 പേരായിരുന്നു മുഹമ്മദ് സിദ്ദിഖും മുഹമ്മദ് ഷഫീഖും. എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ 2 രാഷ്ട്രദ്രോഹികൾ. ഭാരത മാതൃഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് പിന്നെ ഭാരതത്തിൽ വലിയ റോളൊന്നുമില്ലല്ലോ. അപ്പൊ ഭാരതം മാതൃഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ 2 പേരായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജന്മം നൽകിയത്. അപ്പൊ ഇവരുടെ ബീജം, ഇവരുടെ ജീൻ, ഇവരുടെ രക്തം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ ഇതിൽ കുറ്റം പറയരുത്. കാര്യം അവരുടെ ജീൻ അങ്ങനെയാണ്, അവരുടെ രക്തം അത് തന്നെയാണ്. രാഷ്ട്രദ്രോഹികളുടെ രക്തമാണ് അവരുടെ സിരകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അന്നു മുതൽ എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭാരത വിരുദ്ധമായിരുന്നു അവര്. അപ്പൊ ഈ 2 പേരെ പറ്റി ഇത് BJP-കാരോ RSS-കാരോ മാത്രം പറയുന്നതല്ല. MN റോയിയുടെ ആത്മകഥയുണ്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1998 ജ്യോതി ബസു എഡിറ്റ് ചെയ്ത ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിലുമുണ്ട്. അതിൽ MN റോയ് പറയുകയാണ്, ഭാരതത്തിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് വന്ന ചെറുപ്പക്കാര്, അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വരിയുണ്ട്, മോസ്റ്റ് ഓഫ് ദം ആർ ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് വന്ന ചെറുപ്പക്കാരിൽ ബഹുഭൂരിപക്ഷവും മതഭ്രാന്തന്മാരായിരുന്നു എന്ന് MN റോയ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അറിയാമായിരുന്ന സഖാക്കന്മാരോട് ഇന്ന് തന്നെ പോയി നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. അതിൽ MN റോയ് ആണ് പറയുന്നത്,
ഇങ്ങനെ വന്ന ചെറുപ്പക്കാരും മതഭ്രാന്തന്മാരായിരുന്നു എന്നും അവര് അന്ന് എങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളെ കൂട്ടിയത് എന്ന് പറഞ്ഞാൽ അന്ന് ഭാരതത്തിൽ ഇതില്ല, ചില ആശയഗതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാരതത്തിൽ നിന്നും ഇങ്ങനെ ഹിജ്റത്ത് ചെയ്തു വരുന്ന ചെറുപ്പക്കാരെ തുർക്കി അതിർത്തിയിൽ നിന്നും സ്വീകരിച്ച് അവരെ സോവിയറ്റ് യൂണിയനിൽ എത്തിച്ച് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിശീലനം കൊടുക്കും. അതിനുവേണ്ടി അന്ന് ലെനിൻ ഒരു സർവകലാശാല സ്ഥാപിച്ചിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയ്ലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് സർവകലാശാലയുടെ പേര്. ആ സർവകലാശാലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി പരിശീലനം കൊടുത്തവരെ തിരികെ ഇന്ത്യയിലേക്ക് അയക്കുക, ഇതായിരുന്നു പദ്ധതി. അപ്പൊ അതില് ഈ എം.എൻ. റോയ് പറയുകയാണ്, ഈ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഒരു ക്യാമ്പിലാണ് താമസിപ്പിച്ചിരുന്നത്. ആ ക്യാമ്പിൽ ഈ ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അതായത് മതമില്ല, മതേതരമാണ്, മതമില്ലാത്ത ജീവനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ തനി സ്വഭാവമാണ്. എം.എൻ. റോയ് പറയുന്നു, ഇന്ത്യയിൽ നിന്ന് വന്ന ഈ ചെറുപ്പക്കാര് ക്യാമ്പിൽ വിളമ്പിയ ഭക്ഷണ സാധനത്തെ പറ്റി, കാര്യം മാംസം അവിടെ വിളമ്പി, ആ മാംസത്തെ പറ്റി അവർ പ്രശ്നം ഉണ്ടാക്കി. തങ്ങൾക്ക് തരുന്നത് പന്നിമാംസമല്ല എന്ന് ഉറപ്പിക്കണമെന്ന് ഈ ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കിയതായി എം.എൻ. റോയ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദൈവവും ദേവനുമില്ല, മതമില്ല, ജാതിയില്ല എന്നൊക്കെ പറയുന്നവരാണ് പറയുന്നത് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പന്നിയുടേതല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അവരുടെ മുൻപിൽ കൊണ്ടുവന്ന ആടിനെ കൊല്ലണമെന്ന് പോലും അവർ ശഠിച്ചതായി എം.എൻ. റോയ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ ദേശദ്രോഹ പ്രവർത്തനം ചെയ്യുന്നതെന്നും ഇസ്ലാമിക മതഭീകരവാദത്തിന് എന്തുകൊണ്ടാണ് അടിപ്പെടുന്നതുമെന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ ഉത്തരത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുക. ഇത് എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നു വന്ന ഒരു നയമായിരുന്നു. സ്വാതന്ത്ര്യ കിട്ടുന്ന സമയത്തും കിട്ടുന്നതിന് മുൻപും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഇതായിരുന്നു. 1946 ഇവരുടെ വലിയ ഒരു നിലപാടിനെ പറ്റി നാം ചർച്ച ചെയ്യണം. നമുക്കറിയാം, 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഭാരതത്തെ രണ്ടായിട്ട് വിഭജിച്ചു, അല്ലെ? ഹിന്ദുസ്ഥാനെന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് വിഭജിക്കാൻ കാരണമായത് നമ്മുടെ ഈ പേരാമ്പ്രയിലുമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നിലപാടാണ്. ഈ ലീഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെന്തോ വലിയ മാന്യന്മാരാണ്, അവർ വലിയ മതേതരവാദികളാണെന്നൊന്നും ധരിക്കരുത്. ഇന്ത്യയെ വിഭജിച്ചവന്മാരാണ്. അപ്പൊ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാവായ മുഹമ്മദ് അലി ജിന്നയുടെയും അലി സഹോദരന്മാരുടെയും ഒക്കെ നിലപാട് മൂലമാണ് ഭാരതത്തെ രണ്ടായി വിഭജിച്ചത്. പക്ഷേ അന്ന് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? അതുകൂടെ നാം അറിയണം. 1946 തന്നെ ഭാരതം സ്വാതന്ത്ര്യം കിട്ടുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി. 1945 തന്നെ ഉറപ്പായിരുന്നു. കാരണം 1945 ആയപ്പോഴത്തേക്ക് രണ്ടാം ലോക മഹായുദ്ധം ഏതാണ് അവസാനിക്കാറാകുന്നു. ബ്രിട്ടന് വലിയ തിരിച്ചടി നേരിട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ധാരാളം സൈനികരെ നഷ്ടമായി, പണം നഷ്ടമായി, ഒക്കെ വലിയ ക്ഷീണം സംഭവിച്ചപ്പോൾ അവർ തീരുമാനിച്ചു കോളനികളെ സ്വതന്ത്രമാക്കാം. കാരണം കോളനികളെ ഭരിച്ചുകൊണ്ടു പോകാനുള്ള പണം തീർന്നു ബ്രിട്ടന്റെ കയ്യിൽ. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള കോളനികളെ സ്വതന്ത്രമാക്കാമെന്ന് 1945 തന്നെ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് 1946 ഭാരതത്തിലൊരു തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരണം ഏറ്റെടുത്തു. ആരായിരുന്നു ആദ്യ പ്രധാനമന്ത്രി? നെഹ്റു തന്നെയായിരുന്നു 1946 ഇടക്കാല പ്രധാനമന്ത്രി. പക്ഷെ അങ്ങനെ ഭരിച്ചുകൊണ്ട് പോകുമ്പോ ആണ് ഈ ഒരു വിഭജന പ്രശ്നം വന്നിട്ട് ബ്രിട്ടൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. എങ്ങനെയാകണം ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എന്ന കാര്യം അറിയുന്നതിന് വേണ്ടി ഭാരതത്തിലേക്ക് വന്ന കമ്മീഷന് മുൻപാകെ ഇന്ത്യയിലെ അന്നുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അഭിപ്രായം പറയാൻ വിളിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഭാരതത്തെ വിഭജിക്കാൻ പാടില്ല, മുസ്ലിം ലീഗ് പറഞ്ഞ് വിഭജിക്കണം, ഹിന്ദു മഹാസഭ പറഞ്ഞ് വിഭജിക്കണം. അങ്ങനെയായിരുന്നു ഹിന്ദു മഹാസഭയുടെ നിലപാടായിരുന്നു, വിഭജിക്കണമെന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPI-യുടെ നിലപാട്? നമ്മൾ പറയുമ്പോ ലീഗുകാരോടുള്ള നമുക്കുള്ള വിരോധം എന്താ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രത്തെ വിഭജിച്ചിട്ട് പോയി എന്നതാണ് നമുക്ക് ലീഗുകാരോടുള്ള വിരോധം. അല്ലാതെ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവരോട് നമുക്ക് പ്രത്യേക വിരോധമൊന്നുമില്ല. ഭാരതം വിഭജിച്ചവരായതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രസ്നേഹികളായതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? മുഹമ്മദ് അലി ജിന്നയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഭാരതത്തെ രണ്ടായി വിഭജിക്കാൻ പറഞ്ഞപ്പോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് ഭാരതത്തെ 16 വിഭജിക്കണമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മാന്യന്മാരാണ് ലീഗുകാര്. ലീഗുകാർ വെറും 2 കഷ്ണമാക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഒരു കഷ്ണം ഞങ്ങൾക്ക് വേണം, ഒരു കഷ്ണം നിങ്ങൾ എടുത്തു. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പിണറായി വിജയന്റെയും യെച്ചൂരിയുടെയും കോടിയേരിയുടെയും നമ്മുടെ TP രാമകൃഷ്ണന്റെയും അടക്കമുള്ള അവരുടെ
മുൻഗാമികൾ ആവശ്യപ്പെട്ടത് ഭാരതത്തെ 16 കഷണമാക്കി കൊടുക്കണമെന്നാ പറഞ്ഞത്. കാരണം അവര് പറഞ്ഞത് ഭാരതം എന്നുള്ളത് ഒരു രാഷ്ട്രമേ അല്ല. ഭാരതം എന്നുള്ളത് വിവിധ പ്രദേശങ്ങളുടെ ഒരു ഏകീകൃത സ്വഭാവം മാത്രമാണ്. ഭാരതത്തിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അന്ന് 16 ഭാഷയുണ്ട് ഭാരതത്തിൽ. അതുകൊണ്ട് 16ആയിട്ട് വിഭജിക്കണം. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ രാഹുല് ട്യൂഷൻ എടുക്കുന്നത് സീതാറാം യെച്ചൂരിയാണ് രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്ന അതേ പല്ലവിയാണ് ഇപ്പൊ രാഹുൽ ഏറ്റുപാടുന്നത്. നമുക്ക് കോൺഗ്രസുകാരോടൊക്കെ എന്ത് വിരോധമുണ്ടെങ്കിലും നെഹ്റുവും ഇന്ദിരയും രാജീവും നരസിംഹറാവും മൻമോഹൻ സിംഗും ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പത്തെ രാഹുൽ ലണ്ടനിൽ പോയി പറയുകയാണ് ഭാരതം എന്നുള്ളത് ഒരു രാഷ്ട്രമല്ല, ഇതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. പച്ചക്കള്ളമാണ്. ഭരണഘടനയിൽ വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു. ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് എന്നും ഇന്ത്യ അഖണ്ഡമായ രാഷ്ട്രമാണ് എന്നും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഭാരതത്തിൽ നിന്ന് വിട്ടുപോകാൻ അനുമതിയില്ല എന്നും ഭരണഘടനയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി.ആർ. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി. പക്ഷേ ഭാരതത്തെ 60 വർഷക്കാലം ഭരിച്ച രാഹുൽ പറയുകയാണ് ഇന്ത്യ ഇന്നൊരു രാഷ്ട്രമല്ലെന്നാണ്. അത് യെച്ചൂരിയുടെ ട്യൂഷൻ കൊണ്ട് വന്നതാ. യെച്ചൂരി ട്യൂഷൻ ക്ലാസ് എടുത്ത് ചെറുക്കനെ ഒരു പരിവത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ലണ്ടനിൽ ചെന്ന് രാഹുൽ പറഞ്ഞു അത് പൊക്കോട്ടെ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ നിലപാടാണിത്. ഇന്ത്യ ഒരു രാഷ്ട്രമല്ല, 16 കഷണങ്ങളാക്കണം എന്നൊക്കെ പറഞ്ഞ പാർട്ടികളാണ് ഇവര്. എന്താ ഇവരുടെ 47 നിലപാട് എന്തായിരുന്നു? 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ എന്താന്ന് പറഞ്ഞെന്നറിയാമോ? ആസാദി ഡ്യൂട്ടി ഹേ എന്ന് പറഞ്ഞാൽ ഇത് കപട സ്വാതന്ത്ര്യമാണ്, വ്യാജ സ്വാതന്ത്ര്യമാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഇല്ല എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസാക്കിയത്. എന്നിട്ട് അവർ പറഞ്ഞു അതിനൊരു വിശദീകരണം കൂടെ കൊടുത്തു. ഈ സഖാക്കന്മാരെല്ലാത്തിനും വിശദീകരിക്കാൻ എടുക്കന്മാരാ. അവരൊരു വിശദീകരണം കൂടെ കൊടുത്തു. എന്താ പറയാമോ? ബൂർഷ്വയായ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ബൂർഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള അധികാര കൈമാറ്റം മാത്രമാണ് നടന്നിട്ടുള്ളത്. ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആയുധമെടുത്ത് പോരാടണം, സായുധ വിപ്ലവം നടത്തണം. അതാണ് കുപ്രസിദ്ധമായ കൊൽക്കത്ത തിസീസ്. പി.ജി. രണദിവയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട രണദിവ തിസീസ് എന്നും കൊൽക്കത്ത തിസീസ് എന്നും സഖാക്കന്മാർ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ പറഞ്ഞതാണ് നാം ആയുധമെടുത്ത് പോരാടി ഇന്ത്യയെ മോചിപ്പിക്കണം. ഇന്ത്യയെ മോചിപ്പിച്ചിട്ടോ 16ആയിട്ട് കണ്ടിച്ചു കളയണം. നിങ്ങൾ നോക്കൂ, എന്താ ഇന്ത്യയിലെ മുസ്ലിം മത ഭീകരവാദികളുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സിമി രൂപീകരിക്കപ്പെട്ടപ്പോ അവരുടെ മുദ്രാവാക്യം എന്താ? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അല്ലേ? ഇതന്നെയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇന്ത്യ ഇതുവരെ മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ മോചനം എങ്ങനെയാ? സായുധ വിപ്ലവത്തിലൂടെ. ഇത് തന്നെയാ സിമിയും പറഞ്ഞത്. ഇന്ത്യയെ ഇസ്ലാമൈസേഷൻ നടത്തണം. അതിനെന്തു വേണം? പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാഫറുകളെ മുഴുവൻ കൊന്നൊടുക്കണം. അതിന് മലര് വേണ്ടവർക്ക് മലര്, കുന്തിരിക്കം വേണ്ടവർക്ക് കുന്തിരിക്കം എന്നൊക്കെ അവർ തിരിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാ. ഏകോദര സഹോദരങ്ങളാ. ഇവരുടെ രണ്ടുപേരുടെയും ആശയം ഒന്നാ. ഒരാള് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നത് ഇന്ത്യയുടെ മോചനം കമ്മ്യൂണിസത്തിലൂടെ, സായുധ വിപ്ലവത്തിലൂടെയാണെന്നാ പറഞ്ഞത്. ആരണദിവ്യ തിസീസ് അനുസരിച്ചല്ലേ ഇന്നും ഇവർ പ്രവർത്തിക്കുന്നത്. എന്താ ജനാധിപത്യത്തിൽ കമ്മ്യൂണിസത്തിന് പ്രസക്തി? പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആദ്യമായി കേരളത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നു. അതിനെന്താ? അന്ന് ഒരു താത്വികമായ ഒരു നിലപാടെടുത്തു. അടവ് നയം. നമ്മൾ കേട്ടിട്ടില്ലേ? ഇവരുടെ നയത്തിന് ഇവർ പറയുന്നവരാണ് അടവ് നയം എന്നാ പറയുന്നത്. എന്താ അടവ് നയം? ഞങ്ങൾ സായുധ വിപ്ലവം എന്നുള്ളത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ചില അടവുകളിലൂടെയൊക്കെ ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പാലത്തിൽ കൂടി അധികാരം പിടിച്ചിരിക്കുന്നു ഇപ്പൊ തൽക്കാലം. അപ്പൊ അടവ് നയം ഉണ്ടെങ്കിൽ യഥാർത്ഥ നയം വേറെ ഉണ്ടാകുമല്ലോ. ഏതായി യഥാർത്ഥ നയം? സായുധ സമരം. ഇതുതന്നെയാ ഇസ്ലാമും പറയുന്നത്. നിങ്ങൾ ആയുധമെടുത്ത് പോരാടി ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും കൊന്നൊടുക്കി ഇസ്ലാമൈസേഷൻ നടത്തണം. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ നമുക്ക് അതുകൊണ്ടാണ് വലിയ പേടി, ഞെട്ടലൊന്നും തോന്നാത്തത്. ഇവർ രണ്ടുപേരും ഏകോദര സഹോദരങ്ങളാ. എല്ലാ കാലത്തും ഇവർ പെരുമാറിയിട്ടുള്ളത് ഈ രാഷ്ട്രത്തിന് എതിരായിട്ടാണ്. അത് രണ്ടുപേരും. അത് മുസ്ലിം
തീവ്രവാദികളായാലും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളായാലും രണ്ടുപേരും ഒരേപോലെയാണ് രാഷ്ട്രത്തിന് വേണ്ടി മുന്നേറുന്നത്. അവർക്ക് രണ്ടുപേരുടെയും ആശയം ഒന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങ് കേരളത്തിൽ ഇവര് ഏകോദര സഹോദരന്മാരെ പോലെ പെരുമാറുന്നത്. എന്താ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയന്റെ നിലപാട് പല കാര്യത്തിലോടും. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ കുട്ടി സഖാക്കന്മാരൊക്കെ പാടി നടന്നത്? ഇതാ വന്നിരിക്കുന്നു ഇരട്ട ചങ്കൻ. സത്യം പറഞ്ഞാൽ ഞാനും ഒക്കെ വിചാരിച്ചു കേരളത്തിൽ നല്ല കരുത്തുള്ള ഒരു മുഖ്യമന്ത്രി, നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരാൾ വരട്ടെ ചില കാര്യങ്ങളിൽ. കാര്യം കോൺഗ്രസുകാരന്റെ ചില അഴകുഴമ്പൻ നയം കൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നിലപാടുള്ള, ആശയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, മത തീവ്രവാദത്തോട് സന്ധി ചെയ്യാത്ത ഒരു നേതാവ് ഉണ്ടാകട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ വന്നപ്പോ സഖാക്കന്മാരി പറഞ്ഞതിനെയൊക്കെ ഒരു സന്തോഷത്തോടെ നമ്മളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് രണ്ട് ചങ്ക് വേണ്ട. ഒരു മനുഷ്യന് രണ്ട് ചങ്ക് എന്നൊക്കെ പറയുന്നത് വൈകല്യമാണ് എന്ന് ഈ സഖാക്കന്മാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഒരു മനുഷ്യന് രണ്ട് ചങ്കിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഏതൊരു ജീവിക്കും ആവശ്യമായ മറ്റൊരവയവമുണ്ട്, അല്ലേ? തണ്ടല്ലേ, നട്ടല്ലേ എന്ന് പറയും. രണ്ട് ചങ്കിലേ മനുഷ്യന് ജീവിക്കാം, പക്ഷെ നട്ടലില്ലേ ജീവിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. സഖാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ രണ്ട് ചങ്കൊന്നും വേണ്ട, ഏറ്റവും മിനിമമായ ഒരു നട്ടല് കാണിച്ചിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ടേനെ. എന്തുകൊണ്ടാ പിണറായി വിജയൻ നട്ടലില്ലാതെ പോയത്? പറയുന്നതിൽ ഖേദമുണ്ട്. കാരണം കേരളം കണ്ട ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മത തീവ്രവാദത്തോടും അദ്ദേഹത്തിന്റെ നിലപാടെന്താ? ഇനി ഇവിടെ RSSകാരെയും BJPക്കാരെയും ഒന്നും പിണറായി വിജയൻ കൈവെള്ളയിൽ വെച്ച് ആലോചിച്ച് ഞങ്ങളെ മത തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു, അല്ലെ? മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോഴത്തേക്ക് വലിയ വാർത്താ സമ്മേളനങ്ങളൊക്കെയായി നടി എന്താ പറയുന്നത്, ഇനിയും ജീവിതത്തിൽ ഇതിൽ പരം മറ്റൊരു നേട്ടമില്ല എന്ന തരത്തിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്റെ ജീവിതം സഫലമായി എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. കണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി തന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. എന്നോടൊപ്പം സർക്കാരുണ്ട്, നടിക്കൊപ്പം അതിജീവിത, പുതിയ പേരൊക്കെ ഇട്ടുണ്ട്, അതിജീവിതയ്ക്കൊപ്പം സർക്കാർ എന്നാണ് ഈ സഖാക്കന്മാരെ പ്രചരിപ്പിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ സഖാവെ, അതിജീവിതയ്ക്കൊപ്പം നിങ്ങൾ നിന്നോ? നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അല്ലെ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വന്തം മകൾ, അവളോടൊപ്പം അവിടെ അച്ഛനുണ്ടോ? പിന്നല്ലേ നടിയോടൊപ്പം മുഖ്യമന്ത്രി? ആദ്യം ഒരു പെൺകുട്ടിക്ക് വേണ്ട സംരക്ഷണം എവിടെ നിന്നാ? സ്വന്തം അച്ഛനിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൽ നിന്ന്, സ്വന്തം സഹോദരനിൽ നിന്നൊക്കെയാണ് ഒരു പെൺകുട്ടി ആദ്യം സംരക്ഷണം ആവശ്യപ്പെടുക. പെൺകുട്ടി വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്നതിനെ ചോദ്യം ചെയ്യാനുള്ള തന്റേടം, നട്ടല് ഒക്കെ കാണിക്കേണ്ടത് അച്ഛനാണ്. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ നട്ടല്? കേരളത്തിന്റെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, അല്ലെ? എനിക്ക് പറയാൻ അറപ്പുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നോട് ശ്രീമതി വീണ വിജയൻ ഓർക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നല്ലൊരു പെൺകുട്ടി, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ആ പെൺകുട്ടിയോട് നമുക്ക് ഒരു വിരോധവുമില്ല. എന്റെയും നിങ്ങളുടെയും സഹോദരിയാണത്. ആ പെൺകുട്ടിയെ 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യഭിചാരി എന്ന് വിളിച്ചത്? എന്താ പറഞ്ഞത്? ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭാര്യ കൂടിയാ. എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടന്നത് വിവാഹമല്ല, അത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഖാക്കന്മാരെ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നാലിറങ്ങിപ്പോയോ? എന്റെ ഒരു വരി പ്രസ്താവന കൊണ്ട് പിണറായി വിജയൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് നീതി നടപ്പാക്കുന്നതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സ്വന്തം മകളോടൊരു കടമയില്ലേ ഒരു അച്ഛന്? വളർത്തിക്കൊണ്ടുവന്ന മകളല്ലേ? ആ മകളെയല്ലേ 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി വ്യഭിചാരി എന്ന് വിളിച്ചത്? അതന്നെ പറഞ്ഞത്. രണ്ട് ചങ്കൊന്നും വേണമെന്നില്ല, ഏറ്റവും മിനിമം നട്ടല് എന്ന് പറയുന്ന സാധനത്തിന്റെ സ്വഭാവം കാണിക്കുന്ന മുഖ്യമന്ത്രി. എന്നിട്ടാ പറയുന്നത് അതിജീവിതയ്ക്ക് സംരക്ഷണം കൊടുക്കുള്ളൂ. ഇവിടെ ഹെൽമറ്റ് ഇല്ലാതെ പോകുന്ന പിള്ളേരെ, സീറ്റ് വെച്ചില്ലാത്തവരെ ഒക്കെ ഓടിച്ചിട്ട് പിടിക്കുക പിണറായി വിജയന്റെ പോലീസ്. അത് ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ടാണ് പോയിക്കൊണ്ടേ. പക്ഷെ എങ്കിൽ പോലും കേരള പോലീസ് അത്ര വൃത്തികെട്ടവന്മാരുടെ കൂട്ടമൊന്നുമല്ല. നല്ല മിടുക്കന്മാരായ, സമർത്ഥന്മാരായ, ആത്മാർത്ഥതയുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് കേരള പോലീസ്. പിണറായി വിജയനോ വീണ വിജയനോ ഒന്നും പരാതി എഴുതി
ഒരു നോക്കുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന മുഖഭാവം കൊണ്ട് ശരീരഭാഷ കൊണ്ട് തോന്നിപ്പിച്ചാൽ മതിയായിരുന്നു. പിറ്റേ ദിവസം ലീഗ് നേതാവ് അകത്ത് അഴിയണ്ണിയനെ. ഇന്ന് മറ്റുള്ളവരെ വേട്ടയാടാനാണ് ഇവരുടെ താല്പര്യം. ഞാൻ പി സി ജോർജിന്റെ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങളിലൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും പി സി ജോർജിനെയും ഇവിടുത്തെ സീറ്റ് ബെൽറ്റ് ഇടാത്തവരെയും വേട്ടയാടാൻ കാണിക്കുന്നതിന്റെ 100% ആത്മാർത്ഥത സ്വന്തം മകളോട് കാണിച്ചിരുന്നെങ്കിൽ എന്ന് കേരളം എത്ര തവണ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്താതെ പോയത്? എന്തുകൊണ്ടാ മുഖ്യമന്ത്രി നട്ടല് കാണിക്കാതെ പോയത്? അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഏകോദര സഹോദരന്മാരോടുള്ള സ്നേഹം. ഇന്ന് അവർ ഒരു പായയിലുണ്ട്, ക്ഷമിക്കണം, ഒരു പായയിൽ ഉറങ്ങി ഒരു പാത്രത്തിലുണ്ടാണ് കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായും അവരോടുള്ള കടപ്പാട് തീർക്കട്ടെ. പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് മതതീവ്രവാദത്തിന്റെ ചിറകിലേറിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായതാ. അപ്പൊ ആ ഒരു ഗുണമായിരിക്കാം മുഖ്യമന്ത്രി കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളെ ആ ഗണത്തിൽ കൂട്ടരുത്. നിങ്ങൾ മതതീവ്രവാദത്തോട് സന്ധി ചെയ്യുന്നവരാകാം. നിങ്ങൾക്ക് മതതീവ്രവാദം എന്നുള്ളത് 4 വോട്ടിനുള്ള അവസരമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അവിടെയാണ് ലൂസിഫർ സിനിമയിൽ മോഹൻലാല് സായികുമാറിനോട് പറഞ്ഞില്ലേ, അത് തന്നെ നിന്റെ, അതല്ല നമ്മുടേത്. ആ ഒരു വ്യത്യാസം ഞങ്ങളും നിങ്ങളും തമ്മിലുണ്ട്. നിങ്ങൾക്ക് ഈ നാടിന്റെ ഓരോ പ്രശ്നങ്ങളും വോട്ട് കിട്ടാനുള്ള അവസരമാണ്. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ഈ നാടിനെ ഞങ്ങളുടെ പെറ്റമ്മയായി കാണുന്നവരാ. ഞങ്ങളുടെ പാരമ്പര്യമല്ല. ജനനീ ജന്മഭൂമിസ്ഥ സ്വർഗാദപി ഗരീയസി എന്ന് പ്രാർത്ഥിച്ച് പാടിയ ശ്രീരാമചന്ദ്രന്റെ നാടാണിത്. പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് കരുതുന്ന കോടിക്കണക്കിന് ആൾക്കാർ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീവ്രവാദത്തോട് സന്ധി ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ പറയുമ്പോ ദയവ് ചെയ്ത് ആരും അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് ധരിക്കരുത്. ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മത തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. RSS പറഞ്ഞിട്ടില്ല. എത്രയോ തവണ RSSന്റെ അഖിലേന്ത്യാ തലവനായ ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ എത്രയെത്ര പ്രസ്താവനകൾ വന്നിരിക്കുന്നു. ഭാരതത്തിലെ മുസ്ലിങ്ങള് ദേശീയ മുസ്ലിങ്ങളാണ്. അവർ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അവരിലും ഉണ്ടൊരു ന്യൂനപക്ഷം. ആ സമൂഹത്തെ ഒന്നടങ്കം താറടിച്ചു കാണിക്കാൻ, ആ സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു ചെറിയ വിഭാഗം അവരിലുമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാ പിണറായി വിജയനും കൂട്ടരും ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ കാണാതെ ഈ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഈ ചെറു വിഭാഗത്തോടൊപ്പം നീങ്ങുന്നത്? അവിടെയാണ് നമുക്ക് സംശയം. എന്തുകൊണ്ടാ നിങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മുസ്ലിം സമുദായത്തെ ഇത്രയേറെ അപഹസിക്കുന്ന, അപമാനിക്കുന്ന, മാനക്കേടുണ്ടാക്കുന്ന തീവ്രവാദികളെ അമർച്ചം ചെയ്യുക എന്നതല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഈ മത തീവ്രവാദികൾക്ക് നമ്മള് മുസ്ലിം മതഭീകരതയെ പറ്റി പറയുമ്പോ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുസ്ലിം മത തീവ്രവാദം എന്നുള്ളത് RSSനോ BJPക്കോ മാത്രമൊന്നും അല്ലല്ലോ എതിര്. ആണോ? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിലേറിയ 10 വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കറിയാമല്ലോ. അവിടെ കൊന്നുതള്ളുന്ന നിരപരാധികളായ ആൾക്കാര് ഏത് ശാഖയിൽ പോകുന്നവരാ? ഏത് BJPക്കാരെയാ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കൊന്നുതള്ളിയത്? അപ്പോ മതഭീകരവാദം എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് തന്നെ ആപത്താണ്. പക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്താ? ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാനാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടായത് പോലും. ഞാൻ ചോദിക്കട്ടെ, മലാല യൂസഫ്സായി എന്ന് പറയുന്ന പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് RSSകാരാണോ? അതോ ഇനി മലാല RSSകാരി ആയിരുന്നോ? നമുക്ക് മനസ്സിലാക്കുന്നില്ല. രണ്ടാമത് താലിബാൻ അധികാരത്തിൽ വന്നപ്പോ കണ്ട ഒരു ദൃശ്യമുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നടുങ്ങിപ്പോയ ദൃശ്യം. ഒരു 11 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ 2 മുട്ടാളന്മാരായ മത തീവ്രവാദികൾ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് കാബൂൾ നഗരത്തിന്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ 2 കയ്യേരെയും 10 വിരലുകളും ഛേദിച്ചു കളഞ്ഞ ഒരു സംഭവം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നടുങ്ങിപ്പോയ ദൃശ്യമാണത്. എനിക്കത് പൂർണ്ണമായി കണ്ടു നിൽക്കാൻ സാധിച്ചിട്ടില്ല. എന്താ പെൺകുട്ടി ചെയ്ത തെറ്റ്? ആ പെൺകുട്ടി RSSകാരിയായിരുന്നോ? അതോ BJPക്കാരന്റെ മകളായിരുന്നോ? നിങ്ങൾ RSSനും
ബിജെപിക്കും എതിരാണ് ഇവിടുത്തെ തീവ്രവാദികളെന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്? ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്താ? ആ 10 വിരലിലും ആ ചെറിയ പെൺകുട്ടി ക്യൂടെക്സ് ഇട്ടു എന്നതായിരുന്നു താലിബാൻ ഭരണത്തിലെ ഏറ്റവും വലിയ കുറ്റം. ആ ഒരു ഭരണം ഈ കുറ്റ്യാടിയിലും കേരളത്തിലും ഉണ്ടാകണമെന്നാണോ പിണറായി വിജയനും ഇവിടുത്തെ കോൺഗ്രസുകാരനും ഒക്കെ പ്രതീക്ഷിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ, എവിടേക്കാണ് നിങ്ങൾ ഈ നാടിനെ കൊണ്ടുപോകുന്നത്? RSSനും BJPക്കും എതിരാണ് മതതീവ്രവാദികളെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി ആ പദവി ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾ ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യരുത്. കേട്ടിട്ടില്ലേ, ഇതിലും വലിയ പെരുന്നാള് ബാപ്പ പള്ളി പോയിട്ടില്ലാന്ന്? അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാം. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അങ്ങ് മുക്കിൽ വലിച്ചു കയറ്റിക്കൊള്ളുമെന്നൊക്കെ പറയുന്നത് ഭാരത അതിർത്തിക്ക് അപ്പുറത്ത്, ഇതിനകത്ത് വേണ്ട. അതുകൊണ്ട് ഞങ്ങള് ഇവരെ നേരിടാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ നാടിനെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏത് സമസ്ത മേഖലകളിലേക്കും മതതീവ്രവാദം കടന്നു വന്നില്ലേ? വേഷത്തിൽ, ഭൂഷയിൽ, ഭക്ഷണത്തിൽ, എല്ലായിടങ്ങളിലേക്കും ഈ മതതീവ്രവാദം ഒളിപ്പിച്ചു കടത്തിയപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കയ്യേറ്റി സഹായിക്കുക ചെയ്തത് നമ്മൾ കണ്ടു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്? കേരളത്തിൽ ആരോ ഹലാൽ ഭക്ഷണത്തിനെതിരെ സംസാരിച്ചു പോലും. എന്താ ഈ ഹലാൽ ഭക്ഷണം? ഹലാൽ ഭക്ഷണത്തെ പറ്റി RSSകാരും BJPക്കാരും മാത്രമല്ല ആശങ്കപ്പെട്ടിട്ടുള്ളത്, ഇവിടുത്തെ പുരോഗമനവാദികളായ, മതേതരവാദികളായ, ജനാധിപത്യവാദികളായ മുസ്ലിം സഹോദരന്മാർക്ക് തന്നെ എതിർപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര കാലമായി ഈ ഹലാൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടു? എത്ര കാലമായി കേരളത്തിന്റെ തെരുവുകളിൽ ഹലാൽ ബോർഡുകൾ തൂങ്ങാൻ തുടങ്ങിയിട്ടു? അപ്പൊ ഈ ഹലാൽ എന്നുള്ളത് നിങ്ങൾ ഈ രാഷ്ട്രത്തെ താലിബാനൈസേഷൻ നടത്തുന്നതിന്റെ ആദ്യഘട്ടമാണ്. ഭക്ഷണത്തിൽ കൂടി ഇവര് തീവ്രവാദം ഒളിപ്പിച്ചു നടത്തിയതിന്റെ പേരാണ് ഹലാൽ. ഹലാലിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല ഉള്ളത്, വലിയ സാമ്പത്തിക ബാധ്യതയുള്ള, വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഹലാൽ. 2024 ആകുമ്പോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ $5 ട്രില്യൺ അമേരിക്കൻ ആക്കുമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതായത് രാജ്യത്തെ 130 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ 7ാമത്തെ വലിയ രാഷ്ട്രമായ ഭാരതം, അതിന്റെ സമ്പദ് വ്യവസ്ഥ 5 ട്രില്യണിലേക്ക് എത്താൻ തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 70 വർഷമായി നമ്മൾ ആ പ്രോസസ്സിലാണ്. നരേന്ദ്രമോദി വന്നപ്പോൾ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് നമുക്ക് പോകുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ ആഗോളതലത്തിലെ ഹലാൽ വിപണി എന്നുള്ളത് $3.5 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റേതാണ്. അതായത് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തത്തുല്യമായ തുകയിലേക്കാണ് ഹലാൽ വിപണി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ഹലാലിൽ പറയുന്നത്? ആരാണ് ഈ ഹലാൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? ഹലാൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഈ പറഞ്ഞ പ്രത്യേക വിഭാഗക്കാരൻ ഉണ്ടാക്കണം. ആ ഹലാൽ ഭക്ഷണം എങ്ങനെയാ ഹലാൽ ആവുന്നത്? ഹലാലാവുന്നത് ഏതെങ്കിലും മന്ത്രം ചൊല്ലിയാൽ മാത്രം അത് ഹലാലാകില്ല. പിന്നെയോ പ്രത്യേക മതക്കാരൻ തയ്യാറാക്കിയ അതിന് വിഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കളും ഹലാലാവണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സാമ്പത്തികമായി, സാമൂഹ്യമായി തൊട്ടുകൂടായ്മ കൊണ്ടുവരുന്നു. ഹിന്ദു തയ്യാറാക്കിയ ഭക്ഷണം ഇസ്ലാം വിശ്വാസി കഴിക്കില്ല. ക്രിസ്ത്യാനി തയ്യാറാക്കിയ ഭക്ഷണം ഇസ്ലാമിന് കഴിക്കാൻ പാടില്ല. എത്ര കാലമായി നമ്മുടെ നാടിങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ട് എന്റെ അറിവിലില്ല. ഈ നാട്ടിലെ എത്രയോ മുസ്ലിം സഹോദരന്മാര് നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് ഭക്ഷണം കഴിക്കാറില്ലേ? വളരെ അഭിമാനത്തോടുകൂടി, അന്തസ്സോടെ, സഹകരണ മനോഭാവത്തോടുകൂടി ഏകോദര സഹോദരന്മാരെ പോലെ നമ്മൾ ഈ 60 വർഷവും 70 വർഷവും ഇവിടെ കഴിഞ്ഞില്ലേ? എവിടെ നിന്നാ ഇത്ര പെട്ടെന്ന് മതബോധം കുത്തിനിറച്ച് മതബോധം പൊട്ടിമുളച്ചു വന്നത്? അത് വന്നത് മതതീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ചിറകിലേറിയ, അതായത് ജനങ്ങളെ ആദ്യം അകറ്റി നിർത്തുക, നിങ്ങളിൽ വിഭജനം ഉണ്ടാക്കുക, അതിനോടൊപ്പം സാമ്പത്തികമായി ശാക്തീകരിക്കുക. മതതീവ്രവാദികൾക്ക് തീവ്രവാദത്തിന് പണം സ്വീകരിക്കാനുള്ള, സ്വരൂപിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഹലാൽ. ആഗോളതലത്തിൽ ഹലാൽ സർട്ടിഫിക്കേഷന് പണം കൊടുക്കണം. അല്ലാതെ വെറുതെ ഹലാൽ ബോർഡ് തൂങ്ങിയതുകൊണ്ട് ഹലാലാകില്ല. അത് ചിലരിപ്പോ ഇവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് ഹലാൽ ബോർഡ് തൂക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
യഥാർത്ഥ ഹലാലാകണമെങ്കിൽ നിങ്ങളുടെ അടുക്കള അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്യണം. ആരാണ് പാചകക്കാരൻ? അയാളുടെ മുഴുവൻ വിവരങ്ങളും ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡിൽ കൊടുക്കണം. ഭാരതത്തിൽ 5 ഏജൻസികളാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഞാൻ അവയുടെ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ ഈ ഏജൻസികൾക്ക് എന്ത് വേണം? സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരണമെങ്കിൽ ആരാണ് നിങ്ങളുടെ ഷെഫ്? നിങ്ങൾ ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടാൻ ജോൺസൺ എന്ന് പറയുന്ന ഷെഫിനെ അപ്പോയിന്റ് ചെയ്താലോ, ഗോവിന്ദൻ എന്ന് പറയുന്ന ഷെഫിനെ അപ്പോയിന്റ് ചെയ്താലോ നിങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടില്ല. ഹലാൽ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ അയാൾ ഇസ്ലാം നാമധാരിയായിരിക്കണം എന്ന് മാത്രമല്ല, നിങ്ങളുടെ അടുക്കള അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്യണം. നിങ്ങൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നവും ഹലാലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ചിക്കൻ ഹലാലായിരിക്കണം. ചിക്കൻ എങ്ങനെയാ ഹലാലാവുക? അത് മുസ്ലിം തന്നെ കൊല്ലണം കോഴിയെ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അസ്പൃശ്യതയാണിത്, സാമൂഹ്യമായ ഒരു തിന്മ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഭാരതം ഇല്ലാതെയാക്കിയ തൊട്ടുകൂടായ്മ വീണ്ടും തിരികെ വരികയാണ്. കോഴിയെ കൊല്ലുന്നവൻ, കോഴിയെ പാചകം ചെയ്യുന്നവനും അവനാകണം. അപ്പോഴോ അതിലുപയോഗിക്കുന്ന മുളക് പൊടി അതും ഹലാലാകണ്ടേ? ഹലാലല്ലാത്ത മുളക് പൊടി ഇട്ട പിന്നെ ചിക്കൻ കറി ഹലാലാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? മുളക് പൊടി ഹലാലാകണം. ഈ മുളക് പൊടി എങ്ങനെ ഹലാലാകും? ഈ മുളക് പൊടിക്കുന്നവൻ ആരാകണം? നിങ്ങൾ നോക്കൂ, ഇതിന്റെ ചെയിൻ പുറകോട്ട് 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 പോകണം. അതിലൊഴിക്കുന്ന എണ്ണ എല്ലാം ഹലാലാകണം. എങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥ ഹലാൽ ഭക്ഷണമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് തട്ടിപ്പ് മോഷണിച്ച് നടത്താം. അപ്പോ ഹലാൽ എന്നുള്ളത് ഒരു സാമൂഹ്യമായ ബഹിഷ്കരണമാണ്. ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലെ ഇസ്ലാം സഹോദരന്മാരൊന്നും എല്ലാ കാലത്തും തെരുവിലിറങ്ങിയാൽ ഇതൊന്നും ആയിരുന്നില്ല കഴിച്ചിരുന്നത്. അപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ ഒളിച്ച് കടത്തിയിരിക്കുകയായിരുന്നു. ഭക്ഷണ കാര്യം മാത്രമല്ല, വേഷവിധാനങ്ങളിലെ കാര്യം നിങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ കൂടുപോലെ പർദ്ദക്കടകൾ ഉളച്ചു പൊന്തുകയാണ്. എവിടെ നിന്നായി പർദ്ദ കടന്നു വന്നത്? ഭാരതത്തിന്റെ സംസ്കാരം പർദ്ദയുടെ സംസ്കാരമായിരുന്നോ? ഭാരതത്തിലെ മുസ്ലിം സഹോദരങ്ങൾ പർദ്ദയിട്ടായിരുന്നു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എന്റെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി 100 നാവാണല്ലോ. ഒരു സ്ത്രീയെ അവളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിച്ചുകൊണ്ട് അവളുടെ കണ്ണു മാത്രം പുറത്തു കാണാൻ വിധിക്കപ്പെട്ടവളായി ഈ കറുത്ത തുണിയിലേക്ക് പൊതിയുന്നത് ഏത് സ്ത്രീ സ്വാതന്ത്ര്യത്തിലാണ് പെടുന്നത്? എന്തുകൊണ്ട് അതേപ്പറ്റി സംസാരിക്കാത്തത്? സംസാരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം സമുദായത്തെ പോലും അവർ ഒറ്റപ്പെടുത്തുകയാണ്. അതായത് ഇസ്ലാം സമുദായത്തെ അവർ തെറ്റിദ്ധരിക്കുകയാണ്. ഇന്നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും ഹലാലിന് വേണ്ടി ശഠിക്കുന്ന, പർദ്ദയിടാൻ ശഠിക്കുന്ന അതിതീവ്ര മതവികാരമുള്ള മതഭീകരവാദികളുടെ കയ്യിലെ പാവകളാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ എല്ലാത്തിനും പിന്നേക്കാവസ്ഥയ്ക്കും കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ നിലപാടാണ്. കാരണം എന്താ? അവർ പറയാതെ പറയുകയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്, മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവരുടെ ധാരണ. അവരുടെ വിചാരം ഈ നാട്ടിലെ എല്ലാ മുസ്ലിങ്ങളും മതഭ്രാന്തന്മാരാണെന്നാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായമേ ഇല്ല. പട്ടിണിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് BJP. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 8 വർഷക്കാലമായി ഭാരതത്തിൽ നടപ്പാക്കിയ ഒരു നടപടിയും ജാതി നോക്കി മതം നോക്കി ആയിരുന്നില്ല. ആരോടുമില്ല പീഡനം, എല്ലാവർക്കും തുല്യനീതി. ഇതായിരുന്നു BJP ഉയർത്തിയ മുദ്രാവാക്യം. നിങ്ങൾ കപട മതേതരത്വത്തിന്റെ പിന്നാലെ പോയപ്പോ ഞങ്ങൾ ഭാവാത്മക മതേതരത്വം സ്വീകരിച്ചവരാ. ഞങ്ങളുടെ മതേതരത്വം എന്നുള്ളത് ആരെയും ബോധിപ്പിക്കാനുള്ള മതേതരത്വമല്ല, അത് യഥാർത്ഥ മതേതരത്വമാണ്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റാക്കാൻ ഞങ്ങൾക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വരാതിരുന്നത്. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? തന്റേതുണ്ടോ നിങ്ങൾക്ക് ആ നിലപാടുകൾ തുറന്നു പറയാൻ? അന്ന് APJ അബ്ദുൽ കലാമിനെ എതിർത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാര്. കാര്യം അവർക്ക് ദേശീയമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളെ വേണ്ട. ആരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുസ്ലിം നേതാക്കന്മാരെ? കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ? അബ്ദുൽ നാസർ മദനിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അവർ അംഗീകരിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ അതിന്യൂനപക്ഷമായ മതഭീകരവാദികളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലും തേനും കൊടുത്ത് സംരക്ഷിക്കുന്നത്. നമ്മൾ കണ്ടു, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുമ്പോഴാ അബ്ദുൽ നാസർ മദനി എന്ന കൊടും ഭീകരൻ ജയിൽ മോചിതനായത്. അച്യുതാനന്ദന്റെ കുഴപ്പമുണ്ടല്ലോ. പക്ഷെ അന്ന് മദനി കേരളത്തിലേക്ക് വന്നപ്പോ എന്തായിരുന്നു പുകില്? ശംഖുമുഖത്തെ കടൽപ്പുറത്തേക്ക് VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയും
പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സംവിധാനവും ഒഴുകിയെത്തിയില്ലേ? ചുവന്ന പരവതാനി വിരിച്ച് മദിനിയെ കെട്ടിപ്പിടിച്ച് അന്ന് പിണറായി വിജയൻ ഒഴുക്കിയ കണ്ണുനീര് കേരളം മറന്നിട്ടില്ല. അവർക്ക് അബ്ദുൽ കലാം അല്ല നേതാവ്, അവർക്ക് അബ്ദുൽ നാസർ മദിനിയാണ് നേതാവ്. നിങ്ങൾ ഓരോ സംഭവങ്ങളും എടുത്തു നോക്കൂ. ഇറാഖിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു കൊലവിളിച്ച നേതാവാണ് സദ്ദാം ഹുസൈൻ. കേരളത്തിലെ കുട്ടന്മാരായ സഖാക്കന്മാർക്ക് അതൊന്നും അറിയില്ല. അവരുടെ വിചാരം സദ്ദാം ഹുസൈൻ ഇറാഖിലെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു എന്നുള്ളത്. ഈ രീതിയിലാണ് കേരളത്തിലെ സഖാക്കന്മാർ പെരുമാറുന്നത്. ഇറാഖിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ തെരുവിൽ കൂടി വലിച്ചിഴച്ച് കൂട്ടക്കുരുതി ചെയ്തവരായിരുന്നു സദ്ദാം ഹുസൈൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം. ആ സദ്ദാം ഹുസൈനെ അമേരിക്കൻ ഭരണകൂടം തൂക്കിക്കൊന്നപ്പോ എങ്ങനെയാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിച്ചതും? കേരളത്തിൽ ഹർത്താൽ നടത്തി അവര് സഖാവ് സദ്ദാമിന്റെ രക്തസാക്ഷിത്വം ആഘോഷിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഇവർക്ക് ദേശീയ മുസ്ലിങ്ങളോട് നിലപാടില്ലാത്തത്? ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ കൊടുക്രൂരൻ, അമേരിക്കൻ പട്ടാളം മെഡിറ്ററേനിയൻ കടലിൽ കെട്ടിത്താഴ്ത്തിയ ഒസാമ ബിൻ ലാദന്റെ വാർത്ത പുറത്തു വന്നപ്പോ ആലപ്പുഴക്കാരനായ എന്റെ ജില്ലക്കാരനായ മഹാകവി ജി സുധാകരന്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞു. പണ്ട് രാമായണത്തിൽ നിന്ന് തന്നെ കാരണമായ വാൽമീകി രത്നാകരൻ വാൽമീകിയായി മാറാൻ ഇടയാക്കിയത് കേട്ടിട്ടുണ്ട്. വേടൻ അമ്പെയ്തു വന്ന പ്രപഞ്ചവിധനങ്ങളെ കണ്ടപ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ ബിൻ ലാദനെ അമേരിക്ക ഒന്നു തള്ളിയപ്പോ ജി സുധാകരൻ ആലപ്പുഴയിൽ ഇരുന്ന് തേങ്ങി. അദ്ദേഹത്തിന്റെ കവി ഹൃദയം തേങ്ങി. ഓ ലാദൻ എന്ന് പറഞ്ഞ് ജി സുധാകരൻ കവിത എഴുതി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോ ഇന്നും നിങ്ങൾ ആ ദൃശ്യം മറക്കരുത്. ആരാ തൂക്കിലേറ്റിയത്? നരേന്ദ്രമോദിയാ? ബിജെപിയാ? ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിലൂടെയും കടന്നുപോയി അഫ്സൽ ഗുരുവിന്റെ വിചാരണ. അഫ്സൽ ഗുരുവിനെ വിചാരണയ്ക്കിടുമ്പോ കോൺഗ്രസ് 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നിയോഗിച്ച രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയാണ് അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി തള്ളിയത്. അതിനുശേഷം എല്ലാ ഭരണഘടനാ തത്വങ്ങളും പാലിച്ചുകൊണ്ട്, ഇന്ത്യയിലെ കോടതികൾ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റാൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം തീരുമാനിച്ചപ്പോ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതികരിച്ചത്? അർദ്ധരാത്രിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ പീഠം ഉണർന്നിരുന്നു. ഒരു മതതീവ്രവാദിക്ക് വേണ്ടി, ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്ത കൊടും ഭീകരനു വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം രാത്രി 12 മണിക്ക് തുറന്നിരുന്നു. വീണ്ടും വാദം കേട്ടു. എന്നിട്ട് കോടതി തള്ളിക്കളഞ്ഞു. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. എന്താ ജെഎൻയുവിലെ സഖാക്കന്മാരെ വിളിച്ച മുദ്രാവാക്യം? അഫ്സൽ ഗുരു ഹം ഹാസിൽ ഹേ തേരാ ഖാതിൽ ജിന്ദാ ഹേ എന്ന് പറഞ്ഞാൽ, അഫ്സൽ ഗുരു ഞങ്ങൾ അങ്ങയെ ലജ്ജിക്കുന്നു, അങ്ങയെ തൂക്കിലേറ്റിയ ഭരണാധികാരി ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്നാണ് കുട്ടി സഖാക്കന്മാര് മുദ്രാവാക്യം വിളിച്ചത്. പറയാൻ ഇത്തരത്തിൽ 100 കഥകളുണ്ട്. പിന്നീട് ബുർഹാൻ വാനി, കശ്മീർ താഴ്വരയിലെ അസ്വസ്ഥതകളുടെ പിതാവായിരുന്നു ബുർഹാൻ വാനി. ബുർഹാൻ വാനിയെ സൈന്യം വെടിവെച്ചു കൊന്നു. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടെടുത്തത്? കാണ്ഡഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോ ആ വിമാനത്തിലുള്ള യാത്രക്കാരുടെ ബന്ധുക്കളെ കൂട്ടി ഇന്ത്യൻ പാർലമെന്റിന് മുൻപിൽ നിരാഹാര സത്യാഗ്രഹത്തിന് പോയത് പോളിറ്റ് ബ്യൂറോ അംഗമായ വൃന്ദാക്കാരല്ല. എല്ലാ കാലത്തും ഇവരിങ്ങനെ ഭാരതത്തിനെതിരായിരുന്നു. മുസ്ലിം മത തീവ്രവാദികളുടെ ചിറകിലേറിയായിരുന്നു ഇവരുടെ യാത്ര. ഇനിയുമുണ്ട് സംഭവങ്ങൾ. 1-2 സംഭവങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉടമ്പടി മുത്തലാഖ് നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോ നരേന്ദ്രമോദി നടപ്പാക്കിയ വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഉടമ്പടി മുത്തലാഖ് നിർത്തലാക്കുക. ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ്. അല്ലാതെ മുത്തലാഖ് നിർത്തലാക്കിയിട്ടില്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ ബിജെപി ഭരണകൂടം ഇതേവരെ എന്തായാലും ശരിയായ നിയമങ്ങളുടെ മേൽ കൈവച്ചിട്ടില്ല. മുത്തലാഖ് നിർത്തലാക്കിയിട്ടില്ല. മുത്തലാഖ് എന്നും സമൂഹത്തിലുണ്ട്. പക്ഷെ ഉടമ്പടി മുത്തലാഖ് എന്നുള്ള ഒരു അനാചാരമാണ്. എന്താ ഉടമ്പടി മുത്തലാഖ്? ഭർത്താവ് SMS അയക്കുകയാണ്, ഭർത്താവ് വാട്സാപ്പിൽ അയക്കുകയാണ്, ഭർത്താവ് സ്വപ്നം കാണുകയാണ്, ഭാര്യയെ മൊഴിയൊല്ലിയ സ്വപ്നത്തിൽ മൊഴിയൊല്ലിയാൽ മതി. രാവിലെ ഭാര്യ ഇടുന്ന വസ്ത്രവുമായി വീടിന് പുറത്തിറങ്ങിക്കൊള്ളണം. പിന്നെ സ്ത്രീക്ക് ഒരു അവകാശവുമില്ല. ഇതൊരു സാമൂഹ്യമായ തിന്മയായിരുന്നു. ഉടമ്പടി മുത്തലാഖിനെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചപ്പോ രാജ്യത്തുള്ള എല്ലാ മുസ്ലിം സംഘടനകളും അതിനെ സ്വാഗതം ചെയ്തു.
എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സ്വാഗതം ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെ. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാര്യം? യെച്ചൂരിയുടെ ഭാര്യ മൊഴിയെല്ലാം യെച്ചൂരിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവില്ല. എന്റെ അറിവ് യെച്ചൂരി 2 തവണ കെട്ടിയ ആളാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, 2ാമത് കെട്ടിയതാണ്. അതോ ഇനി യെച്ചൂരിയും ഈ പറഞ്ഞതുപോലെ പൊന്നാനി പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതോ പിണറായി വിജയൻ കവലയെ മൊഴിയെല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് സംശയമുണ്ട്. അല്ല എങ്കിൽ എന്തിനാണ് പിണറായി വിജയനും യെച്ചൂരിയും ഒക്കെ ഉടമ്പടി നിർത്തലാക്കുന്നതിൽ ഹാരിളകുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിലിറങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം തെരുവിലിറങ്ങിയതാരാ? മുസ്ലിം സംഘടനകൾ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അന്നും ഉണ്ടായിരുന്നു SDPI, പോപ്പുലർ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെയുമുണ്ട് ഇന്ത്യയിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്നും 21 ഉയർത്തി. ആ ഉത്തരവിൽ എങ്ങും പറഞ്ഞിട്ടില്ല മുസ്ലിം പെൺകുട്ടികളുടേതെന്ന്. ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികളുടെയും വിവാഹപ്രായമാണ് ഉയർത്തിയത്. എന്തായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിക്ക പുറത്തു വന്നത്? പോളിറ്റ് ബ്യൂറോയുടെ പ്രസ് സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തിയാൽ അതെങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിനെതിരാകുന്നത്? അപ്പൊ എന്താ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇവരൊക്കെ വെറും പിന്നാക്കക്കാരും അപരിഷ്കൃതരും വിദ്യാഭ്യാസമില്ലാത്തവരും അങ്ങ് ഏതോ കാട്ടുയുഗത്തിൽ ജീവിക്കുന്നവരുമാണെന്നല്ലേ മുസ്ലിങ്ങളെ പറ്റി ഇവർ പറയാതെ പറയുന്നത്? അവർക്ക് കുഴപ്പമില്ല. ഇന്ത്യയിലെ എല്ലാ പെൺകുട്ടികളും ഒന്നടങ്കം അതിനെ സ്വീകരിച്ചു. 18 വയസ്സ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വളരെ ചെറിയ പ്രായമാണ്. ശാരീരികമായി, സാമൂഹ്യമായി, മാനസികമായി, സാമ്പത്തികമായി ഒരു സ്വയം പര്യാപ്തതയും ഇല്ലാത്ത ഒരു പ്രായമാണ് 18. നരേന്ദ്രമോദി പറഞ്ഞു, ഇനി മുതൽ ഈ പക്വതയില്ലാത്ത കാലത്ത് നിങ്ങൾ വിവാഹം കഴിക്കണ്ട. എന്താ നിങ്ങൾക്ക് പക്വത വരട്ടെ, ഒരു 3 വർഷം കൂടി നിങ്ങൾ പഠിക്കുക, നിങ്ങൾ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക, ശാരീരികമായും മാനസികമായും പക്വത നേടിയതിനു ശേഷം മാത്രം വിവാഹം എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോ മൂക്ക് താഴോട്ടുള്ള എല്ലാ മനുഷ്യരും, അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ലോകരാഷ്ട്രങ്ങളടക്കം 2 കൈയും അടിച്ച് അതിനെ സ്വീകരിച്ചു. അപ്പോഴും യെച്ചൂരിയുടെ നേതൃത്വത്തിൽ തെരുവിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോഴും അവർ പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്. നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇവരുടെ ലോജിക്ക് എന്ന്. കശ്മീരിനെ 370 വകുപ്പെടുത്തു കളഞ്ഞു. അപ്പോഴും യെച്ചൂരിയും പിണറായി വിജയനും നിലവിളിച്ചു ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് പോലും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കാശ്മീരിലെ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാതെ പറഞ്ഞത്? എത്രയോ കശ്മീരികൾ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളില്ലേ ഈ നാട്ടിൽ? അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിം സമൂഹത്തെ വില കുറച്ച് കാണരുത്. അവർക്ക് വിവരമുള്ളവരാണ്, പക്വതയുള്ളവരാണ്. അവർ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശീയ മുസ്ലിങ്ങളാണ്. അവരാരും രാഷ്ട്രം വിഭജിച്ചപ്പോ പാകിസ്ഥാനിൽ പോകണമെന്ന് ആഗ്രഹിച്ചവരല്ല. ഈ നാട്ടിൽ തന്നെ തുടരാൻ, ഈ നാടിന്റെ മണ്ണിനെ സ്നേഹിക്കാൻ തയ്യാറായ ദേശീയ മുസ്ലിങ്ങളാണ്, ഹിന്ദു മുസ്ലിങ്ങളാണ് അവര്. നിങ്ങൾ അവരെ വില കുറച്ച് കണ്ട് അവരെ മതതീവ്രവാദത്തിന്റെ പാളയത്തിലേക്ക് കൊണ്ട് കിട്ടരുത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നമുക്കൊന്നും പറയാനില്ല, ആ പാർട്ടിയിലെ സഖാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ കാപട്യം തിരിച്ചറിയണം. ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിറ്റ് കാശാക്കുകയാണ്. നിങ്ങളുടെ പേരിൽ അവർ മുതലക്കണ്ണീരൊഴുക്കി അവൻ ഭരണത്തിലേറുകയാണ്. നിങ്ങളുടെ പേരിൽ അവർ മുതലക്കണ്ണീരൊഴുക്കി മത തീവ്രവാദികൾക്ക് കേരളത്തെ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസുകാരോടും മുസ്ലിം ലീഗുകാരോടും CPI-ക്കാരും അടക്കമുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ താലിബാനാക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. ഇവിടെ RSSും BJPയും ഇന്ന് നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, ഞങ്ങളാണ് മുന്നണി പോരാളികൾ, ശരിയാണ്, ഞങ്ങളാണ് ഇന്ന് മരിച്ചു വീഴുന്നത്. പക്ഷെ ഞങ്ങൾ മരിച്ചു വീഴുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെങ്ങന്നൂരിലെ വിശാലും, ആലപ്പുഴയിലെ നന്ദുവും, ആലപ്പുഴയിലെ രഞ്ജിൽ ശ്രീനിവാസനും, കണ്ണൂര് കണ്ടവത്തെ ശ്യാമപ്രസാദും, നമ്മളുടെ തൃശൂരിലെ പാലക്കാട്ടെ സഞ്ജുവും അടക്കമുള്ളവര് മരിച്ചു വീണിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സഹോദരന്മാരാണ് അവര് മരിച്ചു വീണത് ഈ രാഷ്ട്രത്തെ മതഭീകരവാദികളിൽ നിന്നും ചെറുത്തു തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പോരാട്ടത്തിലാണ് എന്നും ഞങ്ങൾക്കറിയാം. നിരപരാധികളായവരാണ് മരിച്ചു വീണത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കൈകെട്ടിയിരുന്ന് സന്തോഷിക്കരുത്. നമ്മുടെ ശവമഞ്ചത്തെ കണ്ടിട്ടില്ലേ, ഇന്നു ഞാൻ നാളെ നീ, അതാണ് അവസ്ഥ. ഇന്ന് ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ, ഞങ്ങൾ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, അത് അവസാനിച്ചാൽ
RSSും BJPയും മതഭീകരവാദത്തിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പ് അവസാനിച്ചാൽ കേരളത്തിൽ പിന്നെ ഒരു ഇസവും ഉണ്ടാകില്ല എന്ന് ഇവിടുത്തെ സഖാക്കന്മാർ മനസ്സിലാക്കണം. കേരളത്തിൽ പിന്നെ ഒറ്റ ഇസമേ ഉണ്ടാകുകയുള്ളൂ, അത് താലിബാനിസമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി കൂടിയാ ഞങ്ങൾ മരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി കൂടിയാ ഞങ്ങൾ ഈ പൊതുയോഗം നടത്തുന്നത്, നിങ്ങൾക്ക് വേണ്ടി കൂടിയാ ഞങ്ങൾ ഈ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ സമാധാനവും ജനാധിപത്യവും മതേതരത്വവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട് മറ്റൊരു താലിബാൻ ആകരുത്, മറ്റൊരു സിറിയയാകരുത് എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മതഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അണിചേർന്ന് ഞങ്ങളുടെ കൈകൾക്ക് കരുത്തു പകരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം.